കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും ലഹരി പിടികൂടിയ സംഭവത്തിലേക്കാണ്. ഈ ലഹരി ഇടപാടിനെ കുറിച്ച് പോലീസിന് ആദ്യം വിവരം നൽകിയത് പ്രിൻസിപ്പൽ എന്നാണ് പുറത്തുവരുന്ന വിവരം. ലഹരിക്കായി പണപ്പിരിവ് നടത്തുന്നതുൾപ്പെടെ പരാമർശിച്ച കത്ത് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കേസിൽ ഇന്ന് 2 പേർ പോലീസ് പിടിയിലായി. കോളേജിലെ മുൻ വിദ്യാർത്ഥികളാണ് പിടിയിലായത്. അതേസമയം റിമാൻഡിലുള്ള ആഷിഖ് നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാട്ടി ആഷിഖിന്റെ അമ്മ രംഗത്ത് വന്നു. കഴിഞ്ഞ 12-ന് കൊച്ചി DCPക്കാണ് കളമശ്ശേരി പോളിടെക്നിക് പ്രിൻസിപ്പാളിന്റെ പരാതി ലഭിച്ചത്. 14-ാം തീയതി പോളിടെക്നിക് ഹോസ്റ്റലിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാകുമെന്നും ലഹരി വസ്തുക്കൾ വാങ്ങാൻ ക്യാമ്പസിൽ പണപ്പിരിവ് നടക്കുന്നതായും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും ക്യാമ്പസിലും ഹോസ്റ്റലിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നും പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് പ്രിൻസിപ്പാൾ പരാതി നൽകിയിരുന്നത്. അതേസമയം കേസിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലായി. ആലുവ സ്വദേശികളായ മുഹമ്മദ് ആഷിഖും ഷാരിഖുമാണ് പിടിയിലായത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയ 2 കിലോ കഞ്ചാവ് ആകാശത്തിന് നൽകിയത് ഇവരാണ് എന്നായിരുന്നു മൊഴി. പ്രതികൾ കോഴ്സ് പൂർത്തിയാക്കാതെ കോളേജിൽ നിന്ന് പുറത്തുപോയവരാണ്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തൃക്കാക്കര ACP PV ബേബി പറഞ്ഞു. അത് ഇന്ന് നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള 2 പ്രതികളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ആരോപണ വിധേയരായ KSU പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണെന്നും SFIയെ പിരിച്ചുവിടണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. SFIക്കെതിരെ VD സതീശനും രംഗത്തെത്തി. കേസിൽ SFIക്കാരാണ് പ്രതികളെന്നും ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കും. ആരായിരുന്നു അതിൻ്റെ പുറകിൽ? ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് മാറ്റണം. അതേസമയം ഇന്നലെ പിടിയിലായ ആകാശ് നിരപരാധിയാണെന്ന അവകാശവാദവുമായി സഹോദരി രംഗത്തെത്തി. അതിനകത്ത് എന്താണ് സംഭവം എന്നല്ല, പക്ഷേ അവൻ്റെ ബ്ലഡ് റിസൾട്ട് അതെല്ലാം അവൻ ഒന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമുണ്ട്. FIR ഉണ്ട്, എല്ലാം അവൻ ഇതിനെ നിരപരാധിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുമുണ്ട്. പക്ഷേ ഇനിയും എന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങൾ വലിയ വിഷമത്തില്ല. കാരണം അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നവനല്ല. ഇതിനിടെ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് SFI പ്രാദേശിക നേതൃത്വം. ഓഫറുകൾ നൽകിയായിരുന്നു വിദ്യാർത്ഥികളുടെ കഞ്ചാവ് വിൽപ്പന. 300 രൂപ ആദ്യം നൽകുന്ന ആൾക്ക് പിന്നീട് 500 രൂപയുടെ കഞ്ചാവ് പൊതി കിട്ടും. പിടിയിലാകുന്നതുവരെ ഈ വിദ്യാർത്ഥികളാരും കരുതിയിരുന്നില്ല പോലീസ് ഹോസ്റ്റലിനുള്ളിൽ കയറി പിടികൂടുമെന്ന്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.